ഹാ തക്കാളി നല്ല തമാശയാ, ഹാ തക്കാളി നല്ല തമാശയാ, തക്കാളി നല്ല തമാശയാ. ആഹാ, എന്ത് സ്വാദാണിതിന്! കഴിക്കാൻ നല്ല രസമുണ്ട്. ഇത് നവംബർ മാസമായിരുന്നു. ഒരു പുൽച്ചാടി തറയിലിരുന്ന് പുല്ല് തിന്നുകയായിരുന്നു. വാ, എന്തൊരു ജീവിതമാണ്! എന്നും നല്ല പുല്ല് കഴിക്കാം, കൂടാതെ ദിവസം മുഴുവനും നന്നായി ആസ്വദിക്കാം. അവൻ ആവശ്യമുള്ള പുല്ല് തിന്ന് ബാക്കിയുള്ള പുല്ലവൻ തറയിൽ കളഞ്ഞു. അപ്പോഴേക്കും പ്രാവ് വന്ന് അവനോട് പറഞ്ഞു, അല്ല, നീ ഇതെന്തായി ചെയ്യുന്നേ? കഴിക്കാൻ വേണ്ടി പറിച്ച പുല്ലെല്ലാം കളയുന്നോ? ഇപ്പൊ പറിച്ചെടുക്കുന്ന പുല്ലെല്ലാം രാത്രി ആവുമ്പോഴേക്കും ഉണങ്ങും. അതെ, പുല്ലൊക്കെ തനിയെ വളർന്നോളും. ഈ പുല്ലൊക്കെ എണ്ണാനായിട്ട് നീ അത്രത്തോളം അങ്ങ് വളർന്നോ? ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതും പറഞ്ഞ് പുൽച്ചാടി ആകാശത്തേക്ക് പറന്നു. അവൻ എന്നെ പഠിപ്പിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു. അങ്ങനെ കുറെ നേരം പറന്നു. അവൻ പറന്നു കഴിഞ്ഞ് താഴെ നോക്കിയപ്പോ ഒരു തക്കാളി അവിടെ ഇരിക്കുന്നതായിട്ട് കാണും. ഇത് കൊള്ളാലോ, തക്കാളി. അവൻ തക്കാളിയുടെ അടുത്തേക്ക് പോയി. അതിനെ കണ്ട സന്തോഷത്തിൽ അവൻ പാട്ട് പാടാൻ തുടങ്ങി. ഹാ തക്കാളി നല്ല തമാശയാ, ഹാ തക്കാളി നല്ല തമാശയാ, തക്കാളി നല്ല തമാശയാ. അവൻ പെട്ടെന്ന് തക്കാളിയുടെ പുറത്ത് കയറിയിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി. ആഹാ, എന്ത് സ്വാദാണിതിന്! കഴിക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞ് പാതി തക്കാളി അവൻ തീർത്തിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് 6 ഉറുമ്പുകൾ വന്നു. അയ്യോ, ഇതെന്താ നീ ചെയ്തേ? ഞങ്ങളുടെ തക്കാളി നീ തിന്നോ? നിങ്ങളുടെ തക്കാളിയോ? ഇതിവിടെ നിലത്ത് വീണ് കിടന്നതല്ലേ? അത് കൊള്ളാലോ പുൽച്ചാടി ചേട്ടാ, ഈ തക്കാളി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവച്ചതാ. എന്റെ കാലിന് വേദന വന്നപ്പോ ഞങ്ങൾക്കിത് പൊക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ 2 സുഹൃത്തുക്കളെയും കൂടെ വിളിക്കാൻ പോയതായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും നിങ്ങൾ ഇത് കഴിച്ചു തീർത്തു. അതെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനതിന്റെ പകുതി കഴിച്ചല്ലോ. ഇനി ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം. ഈ തക്കാളി ഇന്നത്തേക്കുള്ള ഭക്ഷണം അല്ലായിരുന്നു. മഞ്ഞുകാലം വരുമല്ലേ, മഞ്ഞുകാലത്ത് ആഹാരം കിട്ടാൻ പാടാണ് ചേട്ടാ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു. ഞങ്ങളിനി ഈ തക്കാളി കൊണ്ടുപോയാൽ തന്നെ ഇത് ചീഞ്ഞു പോകും ചേട്ടാ. ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്താ പറഞ്ഞേ? മഞ്ഞുകാലത്തിന് വേണ്ടി ഇപ്പൊ തന്നെയോ? അതെ, ഞങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഭക്ഷണം ശേഖരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കൊടും തണുപ്പിൽ ഒരുപാട് ജീവികൾ മരിച്ചു പോയിരുന്നു. എന്നാ ശരി, നിങ്ങൾ എന്നെ തക്കാളിത്തോട്ടത്തിനടുത്തേക്ക് കൊണ്ടുപോ. ഞാൻ ഇതിന് പകരമായിട്ട് 2 തക്കാളി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തരാം. ഇത് കേട്ട് ഉറുമ്പുകൾക്ക് സന്തോഷമായി. പുൽച്ചാടി എല്ലാവരുടെയും കൂടെ തക്കാളി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എത്തി. അവൻ 2 തട്ട് തട്ടി 2 തക്കാളി താഴത്തേക്ക് ഇട്ടു. നോക്കിക്കോ, ഞാൻ ഈ തക്കാളി ഒറ്റയ്ക്ക് എടുത്തു പൊക്കുന്നത്. പുൽച്ചാടി തക്കാളി എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് അസഫലമായി പോയി. അതേ, ഇതിന് നല്ല ഭാരമുണ്ട്. ഇത് രണ്ടും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ എത്തിക്കാനാ? ഇത് കേട്ടപ്പോ ഉറുമ്പുകൾക്ക് വിഷമമായി. അപ്പോഴേക്ക് പുൽച്ചാടി ഒന്ന് ആലോചിച്ചു. എനിക്കത് എടുത്തു പൊക്കാൻ കഴിയില്ല, പക്ഷേ ഇത് ഉരുട്ടിക്കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതും പറഞ്ഞ് പുൽച്ചാടി കാറ്റത്ത് പറന്ന് അവൻ തക്കാളിയെ പതുക്കെ പതുക്കെ ഉന്താൻ തുടങ്ങി. തക്കാളി ഉരുണ്ടുരുണ്ടു പോകാൻ തുടങ്ങി. ഇത് കൊള്ളാലോ പുൽച്ചാടി ചേട്ടാ, ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അങ്ങനെ പുൽച്ചാടി തക്കാളിയെ ഉരുട്ടിക്കൊണ്ട് തന്നെ മുമ്പോട്ട് അവരുടെ വീടിന്റെ അടുത്തേക്ക് എത്തിച്ചു. രണ്ടാമത്തേത് ഇപ്പൊ തന്നെ കൊണ്ടുവരാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. അവൻ വീണ്ടും കാറ്റത്ത് പറന്നു. അങ്ങനെ 2ാമത്തെ തക്കാളിയും അവരുടെ അടുത്തേക്ക് ഉരുട്ടിക്കൊണ്ട് കൊണ്ടുവന്നു. നന്ദിയുണ്ട് പുൽച്ചാടി ചേട്ടാ. അത് കണ്ട് ഉറുമ്പ് റാണി പറഞ്ഞു, പുൽച്ചാടി ചേട്ടാ, നിങ്ങൾക്ക് ഈ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളും മഞ്ഞുകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കാൻ തുടങ്ങിക്കോളൂട്ടോ. ഇപ്രാവശ്യം മഞ്ഞ് നല്ലോണം ഉണ്ടാവുന്നാണ്. ഭൂമിയിലെ ഒരു സ്ഥലം പോലും കാണാൻ പറ്റാതെ ആകും അങ്ങോട്ട്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലേക്കാ പോകുന്നത്. അതെ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ. എനിക്ക് പറന്ന് എവിടെ പോവാനും പറ്റില്ലേ. എനിക്കുള്ള ഫുഡ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടും. ഞാൻ എന്തായാലും എനിക്ക് കഴിക്കാനുള്ളതിന്റെ വഴി നോക്കട്ടെ. ഇത് പറഞ്ഞ് പുൽച്ചാടി അവിടുന്ന് പറന്നുപോയി. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഉറുമ്പുകൾ ഒരുപാട് ആഹാരം ശേഖരിച്ചു വെച്ചു. അവരെല്ലാരും അവരുടെ വീടിന്റെ അകത്ത് തന്നെ ഇരുന്നു. അപ്പോഴേക്കും കുറച്ച് ഉറുമ്പുകൾ അവിടേക്ക് വന്നു. പൊക്കോ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വേഗം പൊക്കോ.
എന്ത്? ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ആഹാരമൊക്കെ ശേഖരിച്ചത്? ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ എന്തിനാണ് ഇത് വിടുന്നത് ഇവിടുന്ന്? നോക്ക്, തണുപ്പ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോയിക്കോ, ഇല്ലെങ്കിൽ പിന്നെ പോവാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആണുറുമ്പും പെണ്ണുറുമ്പും വഴക്കിലായി. ആ സമയം പുൽച്ചാടി അവിടെ നിന്ന് പോവുകയായിരുന്നു. അല്ല, ഈ ഉറുമ്പുകളുടെ വീട്ടിൽ നിന്നും എന്താ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്? പുൽച്ചാടി അവരുടെ വീട്ടിലേക്ക് കയറി നോക്കുമ്പോ ആണുറുമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്തു പറ്റി? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ വഴക്കടിക്കുന്നത്? പുൽച്ചാടി ചേട്ടൻ നോക്ക്, ഈ ഉറുമ്പുകൾ ഞങ്ങളോട് വഴക്കിടാൻ വരികയാണ്. പറയുക ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോണെന്ന്. എന്തിനാ ചേട്ടാ? എന്തിനാ നിങ്ങൾ ഇവിടെ നിന്ന് ഇവരോട് പോവാൻ പറയുന്നത്? ഇത് ഇവരുടെ വീടാണ്. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അവരുടെയാണ്. നീ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരണ്ട. നീ നിന്റെ പണി നോക്കിയാൽ മതി. വേഗം ഇവിടുന്ന് പൊക്കോ, മനസ്സിലായോ? അത് ശരി, ഞാൻ എൻ്റെ പണി നോക്കാനല്ലേ? ശരി, എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പുൽച്ചാടി കാറ്റത്ത് പറഞ്ഞ് ആണുറുമ്പിനെ നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങി. അതെ അതെ, ഇവൻ നമ്മുടെ എല്ലും പല്ലും എല്ലാം ഊരിയെടുക്കുന്ന തോന്നുന്നു. പോവാം ചേട്ടാ, പോവാം, നിർത്തൂ. ഇത് പറഞ്ഞപ്പോൾ പുൽച്ചാടി നിന്നു. എല്ലാ ആണുറുമ്പുകൾ അവിടെ നിന്ന് അങ്ങ് പോയി. ഓ എന്റെ പുൽച്ചാടി ചേട്ടാ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. ഇതൊക്കെ എന്റെ കടമയല്ലേ, ഞാനെന്നാ പോയി വരാം. അവിടെ നിന്നിറങ്ങി വൈകുന്നേരം വരെ കറങ്ങിക്കൊണ്ടേയിരുന്നു. തണുപ്പ് നന്നായി കൂടുകയും ചെയ്തു. അവന് നല്ല രീതി വിശക്കുന്നുണ്ടായിരുന്നു. പറക്കാനാണെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ട് താഴെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പുല്ലുകളെല്ലാം മഞ്ഞ് പിടിച്ച് കിടക്കുന്നു. ഇനി ഞാൻ എന്ത് തിന്നും? അവന് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തണുപ്പ് കാരണം ചിറകുകൾ കോച്ചിപ്പിടിച്ചു. തണുത്ത കാറ്റുകൊണ്ട് മുമ്പോട്ട് പറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റിന്റെ വേഗത കാരണം ഉറുമ്പിന്റെ വീട്ടിലേക്കാണ് ചെന്നു വീണത്. പുൽച്ചാടിനെ കണ്ട് ഉറുമ്പുകൾ ഞെട്ടിപ്പോയി. അയ്യോ, പുൽച്ചാടി ചേട്ടനാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥയ്ക്ക് ആരാ കാരണം? എനിക്ക് തോന്നുന്നത് തണുപ്പ് കാരണം ശരീരം മരവിച്ചെന്ന്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് തടിക്കഷ്ണം മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തീ കത്തിക്ക്. അപ്പോഴേക്കും എന്റെ ആഹാരത്തിൽ നിന്നും പച്ചപ്പുല്ല് വല്ലതും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. കുറച്ച് ഉറുമ്പുകൾ പുൽച്ചാടിയുടെ മുമ്പിൽ തീ കത്തിച്ചു വെച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറുമ്പ് റാണി നേരെ അവരെ ആഹാരം ശേഖരിച്ചു വച്ചേക്കണ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് പേരക്കയുടെ ഇല അവിടെ നിന്ന് പറിച്ചെടുത്ത് നേരെ പുൽച്ചാടിയുടെ അടുത്തേക്ക് വന്നു. ഉറുമ്പുകൾ അപ്പോഴേക്കും പുൽച്ചാടിക്ക് വേണ്ടി തീ കത്തിച്ചിരുന്നു. അവന്റെ കണ്ണുകളും ഒപ്പം തുറന്നിരുന്നു. ഈ തീയുടെ മുമ്പിലിരിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതിന് നന്ദി എന്തിനാ പറയുന്നേ പുൽച്ചാടി ചേട്ടാ? നിങ്ങളല്ലേ ആണുറുമ്പിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളും പുറത്തെ തണുപ്പിൽ പെട്ടുപോവില്ലായിരുന്നോ? പക്ഷെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഭക്ഷണം ശേഖരിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ വിശന്നിരിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ? നിങ്ങൾ വിശന്നിരിക്കണ്ട എന്റെ ചേട്ടാ. ഇന്നാ പച്ചയില തിന്നോ. ഇത് കൊള്ളാലോ. ഇത് പേരക്കയുടെ ഇലയല്ലേ? ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. പുൽച്ചാടി പേരക്കിടയിലെ തിന്നാൻ തുടങ്ങി. തീയുടെ മുമ്പിലിരുന്നപ്പോ അവന്റെ തണുപ്പും മാറിക്കിട്ടി. ഇല തിന്ന് അവന്റെ വിശപ്പും അടങ്ങി. അങ്ങനെ അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി. അടുത്ത വർഷത്തിൽ ഞാൻ നിങ്ങൾ ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ ഭക്ഷണം ശേഖരിക്കും. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഈ കൂടിനകത്ത് മഞ്ഞുകാലം മുഴുവൻ ചെലവഴിക്കും. ഇത് കേട്ട് ഉറുമ്പുകൾക്ക് സന്തോഷമായി. എന്നിട്ട് എല്ലാരും തീയുടെ മുമ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു.